ജമാഅത്ത് ഇസ്ലാമും സമം PDP എന്ന് പറയുന്ന ഇക്വേഷൻ തികച്ചും തെറ്റായ ഇക്വേഷനാണ്. ഒരു വർഗീയ ശക്തികളുടെയും പിന്തുണയില്ലാതെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ജയിക്കാനാവും. അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വന്നാൽ പിന്നെ ഫാസത്തിന്റെ അവസാനം വരുത്തുക എന്നുള്ളതാണല്ലോ പിന്നത്തെ മുദ്രാവാക്യം. അങ്ങനെ വരുമ്പോൾ അടിയന്തരാവസ്ഥ അറബി കാർഡിൽ യോജിക്കാവുന്നവരെല്ലാമായി യോജിച്ചില്ല കേരളത്തിലും ഇന്ത്യയിലും. തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ നമ്മളോട് സംസാരിക്കുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വഴിത്തിരിവായത്. ഈ അവസാന മണിക്കൂറുകളിലേക്ക് പോകുമ്പം മത്സരം ടൈറ്റായോ അതോ നേരത്തെ വിചാരിച്ചതിനേക്കാൾ എളുപ്പമായോ? അല്ല, എളുപ്പമല്ല ടൈറ്റുമല്ല. അതാണ് ഈ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. വളരെ വ്യക്തതയോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഈ ഇലക്ഷനെ ഞങ്ങൾ അഭിമുഖീകരിച്ചത്. UDF ആദ്യം മുതലേ ഒരു രാഷ്ട്രീയവും പറയാനുണ്ടായിരുന്നില്ല. അവർ നിരായുധീകരിക്കപ്പെട്ട ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. ഇതിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു മൂഡ് എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. സാധാരണ അഭിപ്രായ സർവേ ഒക്കെ നടത്തുന്നത് പോലെ 139 ഒരു മണ്ഡലം എടുത്തിട്ട് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ജനഹിത പരിശോധനയായിട്ട് സമ്മതിക്കുമോ? ജനഹിത പരിശോധനയായി സമ്മതിച്ചാലും പ്രശ്നമില്ല. ആണ്, നല്ല കോൺഫിഡൻസ് ഉണ്ടോ? ആണെന്ന് പറയാം. നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ജനങ്ങൾ LDFനെയും LDF സർക്കാരിനെയും മാർക്കിടാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ 140 ഒരെണ്ണം എടുത്തിട്ട് നോക്കുന്നു എന്താണ് സംഭവം. അപ്പോൾ അതിന്റെ റിസൾട്ട് അംഗീകരിക്കുകയാണ്. പാസ്സാകുന്ന മാർക്ക് കിട്ടും. പാസ് മാർക്ക് ഉറപ്പാണ്. അല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ജനഹിത പരിശോധനയാണെന്ന് സമ്മതിച്ചാലുള്ള കുഴപ്പം റിസൾട്ട് വരുമ്പോൾ എങ്ങാനും തോറ്റാൽ ഗവൺമെന്റിന് ജനങ്ങൾ നെഗറ്റീവ് വോട്ട് എന്ന് പറയും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഇപ്പോൾ പിണറായി 3.0 ഇതാ തുടർ ഭരണം വരുന്നു എന്ന ഒരു അറ്റ്മോസ്ഫിയർ സ്വാഭാവികമായും ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് UDFന് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ തോറ്റാൽ നേരെ തിരിച്ച് ഇനിയിപ്പോൾ UDFന്റെ തിരിച്ചുവരവാണ് എന്നൊരു നിലയായിരിക്കില്ലേ ഉണ്ടാവുക? അങ്ങനെ വിലയിരുത്തണ്ടില്ല. യഥാർത്ഥത്തിൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോകുന്നത് രാഷ്ട്രീയ മുദ്രാവാക്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇലക്ഷനാണ്. ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിമർശനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഞങ്ങൾ തള്ളേണ്ടവരെ തള്ളുകയും കൊള്ളേണ്ടവരെ കൊള്ളുകയും ചെയ്യും, UDF അങ്ങനെ ചെയ്യുന്നില്ല, തള്ളേണ്ടവരെയും കൊള്ളുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു സാമുദായിക കക്ഷിയാണ്. അവർക്കൊരു രാഷ്ട്രീയ കക്ഷിയുണ്ട്. അവർ കാലാകാലങ്ങളിൽ വ്യത്യസ്ത മുന്നണികളെ പിന്തുണയ്ക്കാറുണ്ട്. അതിലിപ്പോൾ അത്ര വലിയ അത്ഭുതവും ആശ്ചര്യവും ഉണ്ടോ? അതിലുള്ള പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ഒരു ജനാധിപത്യ പ്രസ്ഥാനം ഈ ലോകത്ത് ആദ്യമായിട്ട് കാണുന്നത് ഇവിടെയാണ്. മുന്നണിയിൽ എടുത്തിട്ടില്ലല്ലോ. മുന്നണി അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ല, അവർ പരസ്യം പറഞ്ഞില്ല. അത് UDF നേതാക്കളാരും സമ്മതിക്കുന്നില്ല. UDF നേതാക്കൾ സമ്മതിക്കുന്നില്ല. VD സതീശൻ പറഞ്ഞല്ലോ അസോസിയേറ്റ് ഘടകകക്ഷി ഘടകകക്ഷി ഉണ്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ലേ പറയുന്നത് അവർ. ഞങ്ങൾക്കില്ല, അവർക്കുണ്ട്. മുന്നണി ഇപ്പം ഞാൻ കുറച്ചു മുമ്പ് അൻവറെ അസോസിയേറ്റ് ചെയ്യാൻ പോലും അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. സമുദായ സംഘടനകളിൽ ഈ സംസ്ഥാനത്ത് കുറേയുണ്ട്. അവർ കാലാകാലങ്ങളായിട്ട് അവരുടെ നിലപാട് അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് എടുക്കാറുണ്ട്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തന്നെ 96 ഇടത് മുന്നണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. 2016, 2011 ഓരോ സമയത്ത് ഓരോ നിലപാടാണ്. ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ ഐക്യമുന്നണി എന്ന രീതിയിൽ ഒരു വർഗീയ പ്രസ്ഥാനവുമായിട്ട് യോജിച്ചിട്ടുമില്ല, നിന്നിട്ടുമില്ല, ഇനിയും നിൽക്കാൻ പോകുന്നില്ല, നാളെയും നിൽക്കില്ല. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ കാര്യം അതാണ്. ഇപ്പോൾ UDFും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. പൂർണ്ണ രാഷ്ട്രീയ ഐക്യമുന്നണിയാണ് UDF. അങ്ങനെയാണ് അവരുടെ വേദികളിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ വരണം, മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കണം, വെൽഫെയർ പാർട്ടിക്കാർ അങ്ങനെയൊന്നുമില്ലല്ലോ. അതിനൊക്കെയുള്ള വകതിരിവൊക്കെ ഉണ്ടല്ലോ. അതിനുള്ള വകതിരിവൊക്കെ കേരളമാകുമ്പോൾ അവർക്കുണ്ട്. അത്രയാണ്ടാ മതി. ഇപ്പം അടുത്ത ഘട്ടം വരുമ്പോൾ ഇത് മാറും. അല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാകുമ്പോഴേക്ക് ഇതാണ് വിഷയം എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നതിന്റെ ഒരു സംഗതി എന്താണ്? ഞങ്ങൾ ഇത് മാത്രമാണെന്നും ഞങ്ങൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ 2 കാര്യമാണ് മുന്നത്. ഒന്ന്, വർഗീയതക്കെതിരായിട്ടുള്ള അതിവിശാലമായ ഒരു ഐക്യപ്രസ്ഥാനം, ജനങ്ങളുടെ പ്രസ്ഥാനം രൂപപ്പെട്ട് വരണം. 2 വർഗീയത ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. ന്യൂനപക്ഷ വർഗീയതയെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് UDF. ഭൂരിപക്ഷ വർഗീയതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് BJP. ഈ 2 വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കമാണ് ഞങ്ങളിവിടെ കൈകാര്യം ചെയ്യുന്നത്. ഒരു വർഗീയ ശക്തികളുടെയും പിന്തുണയില്ലാതെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ജയിക്കാനാവും. ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞ് അവർ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചില്ല എന്ന് വരെ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മാഷ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒരു വക്കീലേ ഉള്ളൂ രാജ്യത്ത്. വക്കീൽ നോട്ടീസ് മറുപടി വെക്കണ്ടേ? വക്കീൽ നോട്ടീസ് അയച്ചാൽ വേറെ വക്കീലില്ല, വക്കീൽ മറുപടി പറയും. അല്ല, അതിന് ഓക്കെ, അത് വക്കീൽ മറുപടി പറയട്ടെ. രാഷ്ട്രീയമായ മറുപടിയോ? രാഷ്ട്രീയ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പഹൽഗാം ആക്രമണം നടന്നപ്പോൾ അതിനെതിരായിട്ട് പ്രതിഷേധിച്ച
ആദ്യത്തെ ഏറ്റവും വലിയ ജനകീയ പ്രതിഷേധം രൂപപ്പെട്ടു വന്നത് കാശ്മീരിൽ തന്നെയാണ്. സർവകക്ഷി പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നില്ല എന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അല്ലല്ലോ കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി. കാശ്മീരിലെ അല്ല, ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ്. എല്ലാം പ്രത്യേകിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. ലോകത്തെമ്പാടും ഇവരുടെ എല്ലാം പൊതു ഐക്യം. ഡിവൈഎഫ്ഐക്ക് കാശ്മീരിൽ പ്രത്യേക യൂണിറ്റ് ഉള്ളതുപോലെ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് കാശ്മീരിൽ പ്രത്യേക ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷേ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം സാർവദേശീയ പ്രസ്ഥാനമാണ്, അഖിലേന്ത്യാ പ്രസ്ഥാനമല്ല. ഇന്ത്യയിലെ പ്രസ്ഥാനം ലോകത്തെമ്പാടും ഇസ്ലാമിയുണ്ട്. എല്ലാവരുടെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ഇസ്ലാം രാഷ്ട്രമാവണം, ഇസ്ലാം ലോകമാവണം എന്നാണ്. ഇപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മതരാഷ്ട്രവാദം 1940 മുതലുണ്ട്. മൗദൂദിന്റെ ടെക്സ്റ്റുകൾ പണ്ട് മുതലേ ഉണ്ട്. ഈ ടെക്സ്റ്റുകൾ അവിടെ ഇവിടെ ഈ മതരാഷ്ട്രവാദം ഉള്ളപ്പോഴാണ് അവർ LDF-നെ പിന്തുണച്ചിട്ടുള്ളത്. RSSന്റെ ഞങ്ങൾ പിന്തുണച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പിണറായി വിജയൻ ആരെ പ്രസംഗം ഉണ്ടായാലും ഇതാ ഞാൻ പറഞ്ഞത്. ഒരു രാഷ്ട്രീയ എഡിറ്റോറിയൽ ഉണ്ട്. ഇല്ല, ഒരു എഡിറ്റോറിയൽ ഇല്ല. ഞങ്ങൾ മുന്നണിയാന്ന് പറഞ്ഞില്ല. ഞങ്ങളെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും. ഇപ്പം BJP RSS രൂപീകരിക്കുന്ന ഘട്ടം 1925 എല്ലാ ഘട്ടത്തിലും RSS ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? എന്നാൽ 1967 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായിട്ട് പരസ്പരം ചേർന്നില്ലേ? അത്ര കണ്ടാൽ മതി. RSS വർഗീയവാദികളാണല്ലോ. 1925 ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? ഇവിടെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. ഞങ്ങൾക്കൊരു ഭയവുമില്ല, തെല്ല് ഭയവുമില്ല. ഞാൻ പറഞ്ഞു വരാം, വർഗീയ ശക്തികൾ ഇന്ത്യയുടെ പല മേഖലയിലും അതിശക്തമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രത്യാഘാതം ഗാന്ധിവധമാണ്. ഗാന്ധിവധത്തിന് ശേഷം RSS പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു. ഒറ്റപ്പെട്ടു. പക്ഷെ കോൺഗ്രസ് തന്നെ പിന്നീട് അതിനെ അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോയി. തുടർന്ന് അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വന്നാൽ പിന്നെ അർദ്ധഫാസിസത്തിന്റെ രീതിയിലേക്ക് വന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും മാറ്റം നോക്കേണ്ടിയുണ്ടോ? ഫാസിസത്തിന്റെ അവസാനം വരുത്തുക എന്നുള്ളതാണല്ലോ പിന്നത്തെ മുദ്രാവാക്യം. അങ്ങനെ വരുമ്പോൾ അടിയന്തരാവസ്ഥ അറബിക്കടൽ യോജിക്കാവുന്നവരെല്ലാമായി യോജിച്ചില്ലേ കേരളത്തിലും ഇന്ത്യയിലും? അല്ല, ഇപ്പൊ RSSനോട് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി അതൊരു നെസസിറ്റി ആയിരുന്നു. പക്ഷെ നെസസിറ്റിയാണ് പ്രശ്നം. അല്ല, അപ്പൊ അന്ന് CPM-ന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ജയപ്രകാശ് നാരായണൻ ഞാൻ ഫാസിസ്റ്റ് ആണ്, RSS ഫാസിസ്റ്റ് ആണെങ്കിൽ എന്ന് പ്രഖ്യാപിച്ചു. സുന്ദരയ്ക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പല കാര്യങ്ങളുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയോട് അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ എടുത്ത നിലപാട് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ളായിരുന്നു. അല്ല, അന്ന് അടിയന്തരാവസ്ഥയെങ്കിലും ഉണ്ട്. പിന്നെ 96-ല് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചപ്പോൾ അടിയന്തരാവസ്ഥ ഇല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ പിന്തുണക്കുന്നു. ഇല്ലല്ലോ. അവര് പറയുന്ന കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? അല്ല, പൊതുവെ പിന്നെ പൊതുവെ അതായത് ജമാഅത്തെ ഇസ്ലാമി പല സ്ഥലത്ത് വരുന്ന നിലപാട്, ഒരു മണ്ഡലത്തിൽ ഞാൻ എന്നെ പിന്തുണക്കുന്നു പറയും, ഓരോ സ്ഥലത്ത് സണ്ണീനെ പിന്തുണക്കുന്നു പറയും, ഓരോ സ്ഥലത്ത് ഓരോ നിലപാട് സ്വീകരിച്ചു പോവാ. ആ നിലപാടിനോട് ഞങ്ങൾക്ക് എന്താ രാഷ്ട്രീയ നിലപാട്? LDF-നെ മാത്രമായി പിന്തുണച്ചിട്ടുണ്ട് 2006. എവിടെ? അങ്ങനെ ഞാൻ ഇതാ പറഞ്ഞത്. അവർ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് ഒരിക്കലും ഒന്നുമില്ല. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയോട് പ്രശ്നമാണ്, PDP ആയിട്ട് പ്രശ്നം ഇല്ല. PDP ആയിട്ട് ഒരു പ്രശ്നമില്ല. അതെന്താ? PDP എന്താ? ഞങ്ങൾ ഈ ലോകത്തെ മുഴുവൻ ഇസ്ലാം രാഷ്ട്രമാക്കണം നടക്കുക. ഇപ്പം PDP ഇസ്ലാമിക സേവാ സംഘം രൂപീകരിച്ച ആളാണ് അബ്ദുള്ള. ആ രൂപീകരിച്ച ഘട്ടത്തിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ നിലപാട് മാറിയപ്പോ മാറ്റി. CPM-മാരെ പോലും കൊന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷേ ഇപ്പോൾ PDP ആ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് അവരും ഈ രാജ്യവും എല്ലാവർക്കും അറിയാം. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് മാത്രം അറിയുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരുടെ നിലപാട് മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കണം. അല്ലാണ്ട് ഒരാൾ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് മാത്രമല്ല കാര്യം. രക്ഷപ്പെടാൻ വേണ്ടി ഭരണഘടനാപരമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ എല്ലാം ഒപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് മുഴുവൻ മതരാഷ്ട്രം സൃഷ്ടിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമി ഭരണഘടന മാറ്റെങ്കിലും ചെയ്തു, PDP അതും ചെയ്തില്ലല്ലോ. PDP ഇന്നത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പീഡിതമായ ഒരു പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു. ആ പ്രസ്ഥാനത്തെ പറ്റി വെറുതെ ആവശ്യമില്ലാതെ രീതിയിൽ കടന്നാക്കം വയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊന്നല്ല കാര്യം. വളരെ വ്യക്തമാണ്. നിങ്ങൾക്കത് മനസ്സിലാവാനിക്കുന്നല്ല. മനസ്സിലായിട്ട് വെറുതെ PDP അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയും ഒന്നാണെന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അസംബന്ധമാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സംബന്ധം നിങ്ങളും ആവർത്തിക്കുകയാണ്. അത്രയേ ഉള്ളൂ കാര്യം. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയാം. ജമാഅത്തെ ഇസ്ലാമും സമം PDP എന്ന് പറയുന്ന ഇക്വേഷൻ തികച്ചും തെറ്റായ ഇക്വേഷനാണ്. PDP ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എത്രയോ കാലം മദീനയിലും പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിലൊക്കെ അടിച്ച് അദ്ദേഹത്തെ അവസാനമായി
ശാരീരികമായിട്ട് ഏറ്റവും വലിയ പ്രശ്നമായി കേരള അസംബ്ലി പോലും പ്രമേയം പാസാക്കേണ്ടി വന്ന അവസ്ഥ ഒന്ന് യോജിച്ച് ഇങ്ങനെയെല്ലാമുള്ള ഒരു ചരിത്രം അതിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ 2026 എന്താ പറയുക, ഒരു പെട്ടി പൊട്ടിച്ച ഒരു ഫീലിൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അത് മാത്രമല്ല, അതിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ ഉണ്ട്, സ്വാഭാവികം. അതായത് പ്രാദേശിക ഇടതുപക്ഷ തൂത്തുവാരുന്ന ഇലക്ഷൻ ആയിരിക്കും. അപ്പോൾ 10ാമത്തെ കൊല്ലം ഭരിക്കുമ്പോഴും ഒരു തരത്തിലുള്ള ഉണ്ടാവില്ല. കാരണം ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഗവൺമെന്റിന് തുടർച്ച കിട്ടിയപ്പോൾ കേരളം ചരിത്രത്തിൽ ഏറ്റവും വലിയ കുതിപ്പ് നടാൻ സാധിച്ചിട്ടുണ്ട്. ആ രണ്ടാമത്തെ കുതിപ്പോടുകൂടി മൂന്നാമത്തെ കുതിപ്പിലേക്ക് എത്തിയാൽ ലോകത്തിന് മാതൃകയാവുന്ന ഒരു കേരളമാവും ഈ കേരളം എന്നുള്ളത്, ഒരു ബദലാവും എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോകും. അതിന് അനുകൂലമായ ഒരു മനസ്സാണ് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അതിന്റെ സാമ്പിളാണ് ഈ നിലമ്പൂരുള്ളത്. അതായത് CPM സംസ്ഥാന സെക്രട്ടറി കോൺഫിഡന്റ് ആണ്. അപ്പോൾ നമുക്ക് കാണാം. ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും. വളരെ നന്ദി.